മധ്യവേനൽ അവധിക്ക് ശേഷം കുട്ടികൾ തിരികെ സ്കൂളിലേക്ക് മടങ്ങുകയാണ്. നിരവധി കുട്ടികൾ അക്ഷരമുറ്റത്തേക്ക് ആദ്യം ചുവടുവെക്കുന്നു. മറ്റു പലരും അവരുടെ പഠന മികവ് അനുസരിച്ച് അടുത്ത ക്ലാസ്സിലേക്ക് പഠനത്തിൽ തയ്യാറെടുക്കുന്നു. ഇത്തരം ഒരു സമയത്ത് വിദ്യാഭ്യാസത്തിനെ പറ്റി അവർ അറിയേണ്ടതും ഓർമ്മിക്കേണ്ടതിനെയും കുറിച്ച് സംസാരിക്കുന്നു. ഇസ്ലാം വിദ്യാഭ്യാസത്തെ ഒരു വലിയ സൽക്കർമ്മമായി കണക്കാക്കപ്പെടുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിജ്ഞാനത്തെയാണ് ഏറ്റവും കൂടുതൽ സ്വഹാബത്തിനോട് പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഭൗതിക വിദ്യാഭ്യാസം തീർച്ചയായും ആവശ്യത്തിന് എല്ലാവരും അറിയേണ്ടതാണ്. ഒരു കുട്ടിയെ അവൻ്റെ വിദ്യാഭ്യാസ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഘട്ടമാണ് അവൻ്റെ ചെറിയ പ്രായം. ഒരു മതവിശ്വാസി തൻ്റെ കുട്ടിയെ ഇസ്ലാമികപരമായി കാര്യങ്ങൾ പഠിപ്പിക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ ജീവിതത്തിൽ ഉടനീളം ഗുണം ചെയ്യുന്നതാണ്. ചെറിയ പ്രായത്തിൽ തന്നെ മതപരമായ മൂല്യങ്ങൾ കുട്ടികളെ ശീലമാക്കേണ്ടതുണ്ട്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു കുട്ടിയെ അംഗനവാടിയിൽ ചേർക്കുകയാണെങ്കിൽ അവിടുത്തെ ടീച്ചറുടെ ആറ്റിറ്റ്യൂഡിലൂടെയും മൈൻഡിലൂടെയും ആ കുട്ടി വളരും. ആ ടീച്ചറുടെ മതപരമായ ആറ്റിറ്റ്യൂഡ് എന്താണോ അത് കുട്ടിയെ സ്വാധീനിക്കുകയും ചെയ്യും. ഒരു കുട്ടിയുടെ ഒന്നാമത്തെ ടീച്ചർ മാതാവായതുകൊണ്ടാണ് ഭാഷയെക്കുറിച്ച് നമ്മൾ മദർ ടങ് എന്ന് പറയുന്നത്. ആ മാതാവിനെ നോക്കി നിന്നാണ് കുട്ടി ഓരോന്നും പഠിക്കുന്നത്. മാതാവ് എങ്ങനെയാണോ ജീവിക്കുന്നത് അതാണ് കുട്ടിയെ സ്വാധീനിക്കുന്നത്. ഇന്നത്തെ കാലത്ത് കുട്ടികൾ സംസ്കാരം ആദ്യം പഠിക്കുന്നത് പ്രീ സ്കൂളുകളിലും അംഗനവാടികളിലുമാണ്. ഇങ്ങനെ പ്രീ സ്കൂളുകളിലും അംഗനവാടികളിലും കുട്ടികളെ ചേർക്കുകയാണെങ്കിൽ ഇസ്ലാമികപരമായി നടത്തുന്ന സഹറത്തുൽ ഖുർആൻ, താബിയാൻ ഇങ്ങനെ പല സ്ഥാപനങ്ങളുമുണ്ട്. മതപരമായും ഭൗതികവുമായ വിദ്യാഭ്യാസം കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ രക്ഷിതാക്കൾ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്.